ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷു സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുമ്പമ്മേനെ നല്ല സുന്ദരിയാക്കി ഒരുക്കിയിട്ടുണ്ട് ഞാൻ. തലയിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരുങ്ങിക്കിട്ട് എവിടേക്കാണ് പോകണമെന്നല്ലേ, ഞങ്ങളൊന്ന് ടൗണിൽ കറങ്ങാൻ പോവാണ് കേട്ടോ. അല്ലെങ്കിലും ഈ ഇടയായിട്ട് ഞങ്ങളുടെ കറക്കമൊക്കെ അൺപ്ലാൻഡ് ആണ് കേട്ടോ. കട്ടയും കല്യാണിയും കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ കൂട്ടിന് വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പോണോ വേണ്ടയോ അങ്ങനെ മടിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. അല്ലുട്ടന് സുഖമില്ലാത്തപ്പോൾ അല്ലുട്ടനെ ഞാൻ വീട്ടിലാക്കി പോയാൽ എനിക്കൊന്നും സങ്കടം. അപ്പോൾ ഞാനില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അല്ലുട്ടൻ സ്കൂൾ വിട്ട് വരട്ടെ, അവനെയും കൂട്ടാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ അവൻ വന്ന് അവനെയും കൂട്ടി തുമ്പമ്മേനെയൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും പാടിയാണ് കേട്ടോ പോയിണ്ടായിരുന്നത്. ഉച്ചയാവാൻ നേരത്താണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് പുറത്തുനിന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കട്ടയും കല്യാണിയും അവർക്ക് ഡ്രസ്സ് എടുക്കേണ്ടതുണ്ട്. അപ്പം കട്ടയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ അടുത്ത ഫാമിലി ഫ്രണ്ടാണ്. അപ്പം അവൻ്റെ കല്യാണത്തിന് പോകണം. ഇവിടുന്ന് പോകുന്ന വരെ എനിക്കൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ പോകാമെന്നൊറ്റ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരു അടിപൊളി ഫുഡാണ് കഴിച്ചത് കേട്ടോ. കുന്നമംഗലത്ത് അജ്വ ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഉള്ളതാ കണ്ടോ, ആ ക്രാഡിൽ തുമ്പമ്മേനെ കിടത്തിയിട്ടുണ്ട്. അതാണ് ഇടയ്ക്ക് അല്ലൂട്ടൻ പോയി നോക്കുന്നത് കേട്ടോ. കുറേ ഐറ്റംസ് ഉള്ളൊരു ഊണാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ മീൻകറി, തേങ്ങ അരച്ച് വെച്ച സ്രാവ് കറിയൊക്കെ. ഓ മൈ ഗോഡ്, തുമ്പീനൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ കൂടുതലും കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലാബിലേക്കാണ് പോയത്. കല്യാണിക്ക് ഒരു ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടെസ്റ്റിന് ബ്ലഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടുന്ന് ടൗണിലേക്ക് പോയി. അടുത്ത് നമ്മുടെ തറവാട് ശോഭിക. ഡ്രസ്സ് എടുക്കാൻ തന്നെ ഞങ്ങൾ ഫസ്റ്റ് പിന്നെ ശോഭികയിലേക്കാണ് പോവാറ്. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചേഞ്ച് തോന്നിയേക്കാം, കാരണം എനിക്ക് സുഖമല്ല ഗൈസ്. നല്ല സൈഡാണ്, ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്നു. പിന്നെ പീരീഡ്സ് ഒക്കെ ആവാനായിട്ട് അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. കണ്ണാടി കണ്ടാൽ പിന്നെ നമ്മളെ തുമ്പമ്മേനെ വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. പിന്നെ അവിടെ തന്നെയാണ് ഇത്തവണ കുട്ടികളെ നോക്കാനുള്ള ഡ്യൂട്ടി ചെറിയച്ഛനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടവും വലവും 2 മക്കളും അവനിട്ട് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും കുറേ അവരുടെ പിന്നാലെ ഓടിയിട്ടുണ്ടായിരുന്നു. തുമ്പം ഒരു സ്ഥലത്ത് നിൽക്കണ്ടായിരുന്നില്ല. അല്ലൂട്ടനെ കണ്ണുറ്റി പഠിപ്പിച്ചാലെങ്കിൽ നിർത്താം. ഇവക്ക് അതും ഇല്ലല്ലോ പേടി. ഇവളിങ്ങനെ ഓടി നടക്കായിരുന്നു. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടിയും വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ കണ്ണാടി കണ്ടാൽ നിൽക്കും തുമ്പി. എവിടെ കണ്ണാടി കണ്ടോ പിന്നെ അവിടെ ഉണ്ടാവും കേട്ടോ മുമ്പത്തി. അങ്ങനെ ഞാൻ പിന്നാലെ ഓടി ഞാൻ സൈഡായി ഗൈസ്. പിന്നെ കുറേ നേരം കട്ടേൻ്റെ അടുത്ത് കൊടുക്കും. കല്യാണിക്ക് ഇവിടെ എടുത്തോളം നടക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എന്തൊക്കെയോ കോസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ശോഭികയിലുള്ള എല്ലാവർക്കും ഞങ്ങളെ നന്നായിട്ട് അറിയാം. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തൊട്ട്, എൻ്റെ കല്യാണം തൊട്ടിട്ട് ഞാൻ അവിടെ തന്നെയാണ് ഡ്രസ്സ് എടുക്കാറ് കേട്ടോ. പിന്നെ അവിടെ എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ പോയി ഇപ്പോഴാണ് ഞാൻ പോക്ക് കുറച്ച് കുറഞ്ഞത്. സോ തുമ്പമ്മേനെ കാണുമ്പോൾ അവിടെ എല്ലാവർക്കും ആ പണ്ട് തൊട്ടേ കാണുന്നൊരു കുട്ടി, ആ ഒരു മൈൻഡാണ് കേട്ടോ. അല്ലൂട്ടനെ ഓടിക്കളിയായിരുന്നേ. പക്ഷെ അവനെ ഞാൻ പേടിപ്പിച്ച് അവനെന്ത് കരുതി പേടിച്ചിരിക്കും. പക്ഷേ ഇവളങ്ങനെ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നന്നായി പാടുപെട്ടിട്ടുണ്ട്. പിന്നെ അല്ലൂട്ടനാണ് എല്ലാം തുടങ്ങി വെക്കുക. മോളെ ഇതാ ഇതിലേ ഓടിക്കുമോ എന്നൊക്കെ പറയാം. അപ്പോൾ അവൾ അതിലേ ഓടും. എന്നിട്ട് ഇവൻ നോക്കി നിൽക്കും. ഇതാണ് പരിപാടി ഉണ്ടായിരുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്ത് കൂട്ടിന് പോയ ആളാണ് ഞാൻ എന്നുള്ളത് ഞാൻ പലപ്പോഴും മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞാനും ഒരു ഡ്രസ്സ് എടുത്ത് ഗൈസ് ഏട്ടനോട്, ചേട്ടാ ഞാനും ഡ്രസ്സ് എടുക്കാലേന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓ എടുത്തോന്ന്. പക്ഷേ ഏട്ടൻ തന്നെ അറിയാം ഞാനിങ്ങനെ എടുക്കും കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അയ്യോ ഇത്രയും പൈസയ്ക്ക് എടുക്കണ്ടായിരുന്നു എന്ന് ഞാൻ തന്നെ പറയും കേട്ടോ. ഇതാണ് എൻ്റെ സ്വഭാവം. നിങ്ങൾ അങ്ങനെ തന്നെയാണോ? പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോന്ന് എടുത്ത് ഇപ്പം ഇവിടെ വന്നിട്ട് കുർത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ അയ്യോ ഇതേ സാധനം ഞാൻ മീഷോയിൽ കണ്ടിട്ടല്ലോ, അയ്യോ ഇത്രയും റേറ്റ് ഇല്ലല്ലോ. അങ്ങനെ തോന്നിയിട്ട് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഡ്രസ്സ് എടുക്കാറേ ഇല്ല ഗൈസ്. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? കാരണം മീഷോ എന്നൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന എനിക്ക് മീഷോന്ന് ഇതുവരെ കിട്ടിയതിന് മോശമായിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ല ഡ്രസ്സുകൾ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈശ്വര ഇവിടെ നിന്ന് വാങ്ങിക്കാത്തതാണ് നല്ലതെന്ന് തോന്നിപ്പോവും. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് കുറേ നോക്കി. എന്നിട്ട് ഞാനതൊന്നും വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് തോന്നി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കല്യാണം ഉണ്ടെന്ന്. അപ്പോൾ അവിടെ അതിന് ഇപ്പോൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് എത്തേണ്ട സമയമൊക്കെ കുറേ കഴിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് 2 എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇല്ലാത്തൊരു കളർ നോക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ നേരത്തെ ഓട്ടത്തിന് ശേഷം ചെറിയ ഫോണും നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ തുമ്പമ്മ വീണ്ടും വന്നു കേട്ടോ. അങ്ങനെ അവൻ ഇരുത്താൻ പറ്റില്ലല്ലോ എന്നിട്ടോ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ആർക്കും ഒരു റെസ്റ്റ് കിട്ടിയിട്ടില്ല. അവിടെ നിന്ന് ഞാൻ കണ്ണാടി നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ടോ. പിന്നെ എല്ലാത്തിനും പ്രൈസ് ടാഗ് നോക്കും. ഇത് വേണ്ട ഇത് വേണ്ട പറഞ്ഞാൽ എല്ലാം ഒഴിവാക്കിയിടും. ലാസ്റ്റ് ഞാനൊരു ഡ്രസ്സ് എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കട്ടയുടെയും കല്യാണിൻ്റെയും ഫ്രണ്ട്സ് 2 പേര് കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. കീർത്തന കുറേ നേരം തുമ്പിയായിട്ട് കളിച്ച് നിന്ന് തുമ്പീനെ സ്നേഹത്തോടുകൂടി വാരിക്കോരി എടുത്തതാണ്. തുമ്പി ഒരു അടിയങ്ങ് കൊടുത്ത് എന്നിട്ട് കീർത്തന അതിന് ദേഷ്യം പിടിച്ചിങ്ങനെ പേടിപ്പിക്കുക കേട്ടോ അവളെ. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ പേടിപ്പിച്ചതിൻ്റെ റിസൾട്ട് കണ്ട. ഇപ്പം പെണ്ണിന് തീരെ പേടിയില്ലാണ്ട് ഇപ്പം നല്ല കുറുമ്പത്തി പെണ്ണായി വരുന്നുണ്ട് കേട്ടോ. പർച്ചേസ് ചെയ്യാൻ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇവർ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വയ്യ എൻ്റെ മക്കളെ. പിന്നെ എന്താ കണ്ടോ ഇവരിങ്ങനെ കുറച്ച് നേരമൊക്കെ കൊഞ്ചിച്ചൊക്കെ ഉണ്ടോ. പോകാൻ നേരമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് കമ്പനിയൊക്കെ ആയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ടാറ്റാ ബേബേ പറഞ്ഞിട്ട് മക്കൾക്ക് മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പോയിട്ട് അവർ വാങ്ങിച്ചു കൊടുത്ത മിഠായിയാണ് ഈ മുഖത്തൊന്ന് തുടച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മുഖത്തൊക്കെ വെച്ച് പരതി നല്ല രസമായിരുന്നു എന്തായാലും. അങ്ങനെ ഒരുവിധം പർച്ചേസൊക്കെ കഴിഞ്ഞ് ബില്ല് പേ ചെയ്യാൻ പോകുമ്പോഴാണ് അല്ലൂട്ടൻ്റെ ചോദ്യം, അമ്മേ ഗെയിമിംഗ് സെഷനിൽ പോകണ്ടേന്ന്. അങ്ങനെ ഞങ്ങൾ മുകളിൽ പിന്നെ ഇവർ കുറച്ച് ഗെയിമൊക്കെ കളിപ്പിക്കുക. അങ്ങനെ പോയി ഇവരിതാ ഏതോ വഴിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളിതാ പാവ എടുക്കാനുള്ള ശ്രമത്തിലാണ്. ആദ്യം ഒരെണ്ണം കിട്ടിയിട്ടോ. ഒരെണ്ണം ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞ ശേഷം എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മ വന്നത്. പിന്നെ 8 എണ്ണം കിട്ടിയില്ല ഗൈസ്.
ഗൈസ്. ഇത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും വീണ്ടും കോയിൻ എടുത്ത് ഇട്ടുകൊണ്ടേയിരുന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല. എന്തായാലും എന്താ, ഒരെണ്ണം കിട്ടി. 300 രൂപയ്ക്ക് കളിച്ചിട്ട് ഒരെണ്ണമാണ് കിട്ടിയത്. ഒരെണ്ണെങ്കിലും കിട്ടില്ല എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ അത് എടുത്ത് പോകുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ഗെയിം കളിച്ചിട്ടുണ്ടോ? കളിച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നമുക്ക് വട്ടായി പോകും ഗൈസ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ടോയ്സിന് എടുത്ത് പോയി കിട്ടുക. ഇത് കിട്ടുമെന്ന് പറയാൻ വേണ്ടി ഇതും ഫ്ലോപ്പായിരുന്നു. എന്തായാലും ഒന്ന് കിട്ടില്ല എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ച് പോരുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ആ മസാജൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്ക് കുറച്ച് വേദന കൂടുതൽ, അത് കുറഞ്ഞില്ല ഗൈസ്. അങ്ങനെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് അതിനുള്ളൊരു ഉത്സാഹവും ഞാൻ കാണുന്നില്ല. വാ എന്നൊരു 1000 വട്ടം വിളിച്ചെങ്കിലും ഇറ്റുകൾ വരണ്ടേ. അല്ലൂട്ടൻ ഇവിടെ കിടന്ന് ആർമാദിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ അവരെയും കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ലുലുവിൽ പോയിട്ടോ. ലുലു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ലുലുവിൽ പോണത്. കാലിക്കറ്റ് ലുലു മോൾ വന്നപ്പോൾ തൊട്ടിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് പോകണമെന്ന്. അപ്പം കട്ടയും കല്യാണി വന്നപ്പം അത് അങ്ങോട്ട് സാധ്യമായി. പിന്നെ ഞങ്ങളൊന്ന് വാങ്ങിക്കാനൊന്നും വേണ്ടി പോയതൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ലുലു മോളൊന്ന് നടന്ന് കാണാൻ വിചാരിച്ചു. ഫുള്ളൊന്നും ഞങ്ങൾ നടന്നില്ല കേട്ടോ. ഞങ്ങൾ അപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ താഴെ പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റ് പിന്നെ ആ ഒരു ഫ്രണ്ട് ഏരിയ ആ ഒരു താഴെ പോർഷനൊക്കെ ഞങ്ങൾ മര്യാദയ്ക്ക് പോയിട്ടുള്ളൂ. മുകളിലേക്ക് ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങൾ സൈഡായി പോയിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ. പിന്നെ അല്ലൂട്ടൻ ആ ട്രോളി ഉന്തി നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് മൂപ്പർ അങ്ങനെ ഓടിക്കളിച്ച് നടന്നു. തുമ്പമ്മേനെ കട്ടയെടുത്തു. പക്ഷെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. ഇവിടെ ഈ അക്വേറിയത്തിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് തുമ്പിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, കുറച്ച് പച്ചക്കറിയും അങ്ങനെയൊക്കെ കുറച്ച് വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ എന്തായാലും ലുലു മോൾ കണ്ടു. ഓക്കെ, എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയിട്ട് ഒരു നല്ല കറക്കം കഴിഞ്ഞ് രാത്രിയാണ് തിരിച്ച് വീട്ടിലെത്തിയത്. നല്ല ക്ഷീണമുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.